ഞാനൊരു വീട്ടമ്മയാണ്. ശരിക്കും ആൻറ്റി ഒന്ന് ആലോചിച്ച് ചോദിക്കേ, ആൻറ്റി എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെ ഒരു ചവറ് കിടക്കുന്നെന്ന് വെച്ചോ, ഇത് തിന്നാനോ ഇഷ്ടംപോലെ പട്ടികളാ. സത്യം പറഞ്ഞാൽ എൻ്റെ മോനെ എനിക്ക് നടന്ന് തന്നെ സ്കൂളിൽ പോകുന്നത്, പക്ഷെ അവനെ റോട്ടിൽ വിടാൻ എനിക്ക് പേടിയാ, പട്ടി കടിക്കും. ഇല്ല ആൻറ്റി, സത്യമാണ് ഞാൻ ഈ പറയുന്നത്. ഈ മൃഗങ്ങളെ സ്നേഹിക്കുന്നവരോട് എനിക്ക് പറയാൻ, നിങ്ങളത് വീട്ടിൽ വളർത്തപ്പാ. ഈ നാട്ടിലെ ഈ തെരുവിൽ ഇതിനെ വളർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം നമ്മൾ വന്ധീകരിച്ച് വാക്സിനേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ പട്ടി കടിച്ചാൽ പിന്നെ നമ്മൾ പേവിഷ വാക്സിൻ എടുക്കണ്ടായോ? എത്ര വന്ധീകരിച്ചെന്ന് പറഞ്ഞാൽ ഇതുങ്ങൾ കടിക്കാതിരിക്കത്തില്ല. ഈ തെരുവി വളർത്തുന്ന സമ്പ്രദായം അങ്ങ് മാറ്റണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു കാരണവശാലും നായ്ക്കളെ തെരുവി വളർത്താൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടാക്കണം, സത്യമായിട്ടും ഉണ്ടാക്കണം. ആൻറ്റി എന്നാന്നറിയോ ഞാൻ പറയുന്നേ, ഈ ചുമ്മാ വർത്താനം പറയുന്നവർക്ക് പറയാം ഇല്ലേ, അവർക്കൊരു അനുഭവം വന്ന് കഴിയുമ്പോഴേ അതിന്റെ വേദന മനസ്സിലാവത്തുള്ളൂ. ഇപ്പൊ തന്നെ അതിന്റെ ഈ പേപ്പറിൽ ഞാൻ കണ്ടു എത്ര കുഞ്ഞുങ്ങളെയാ കടിക്കുന്നത്, കുട്ടിയുടെ കണ്ണൊക്കെ കടിച്ചു. എന്നിട്ടും ഈ അവരെ മൃഗസ്നേഹികളെന്ന് പറയാൻ പറ്റത്തില്ല, പട്ടി സ്നേഹികളെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അവരാരും മൃഗസ്നേഹികളല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പക്ഷിപ്പനി വന്നപ്പം താറാവിൻ്റെ കുഞ്ഞുങ്ങളെ തീക്കകത്തോട്ട് എറിഞ്ഞു കൊന്നപ്പോൾ ഇവരാരും അനങ്ങിയില്ലല്ലോ. അത് സത്യം. ഒരു മനുഷ്യനങ്ങനെ സത്യം പറഞ്ഞാൽ അതിനെ എടുത്ത് തീരോട്ട് എറിയുന്ന കണ്ടിട്ട് ഞാൻ TV ഓഫ് ചെയ്തു. നമുക്ക് സഹിക്കാൻ തോന്നിയില്ല. ഇവരാരും അനങ്ങിയില്ല. എന്നാൽ അത് ദോഷം ചെയ്യുന്ന ഒരു ജന്തുവല്ല. പക്ഷിപ്പനി എന്ന് പറഞ്ഞാൽ കൂട്ടത്തോടെയാണ് കുട്ടനാട്ടെല്ലാം ഈ താറാവിനെ തീയിലെറിഞ്ഞു കൊന്നത്. അപ്പോൾ ഇവരുടെ മൃഗസ്നേഹം എന്ന് പറയുന്നത് ഈ മൃഗങ്ങളോടുള്ള സ്നേഹമല്ല. ഇതെല്ലാം ഈ പേവിഷ വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന മൾട്ടിനാഷണൽ കമ്പനികളോടുള്ള സ്നേഹമാണ്. ഇവരെല്ലാം ഫ്ലൈറ്റിൽ വരുന്നതൊക്കെ എങ്ങനെയാണ്? ഇന്നലെയൊക്കെ കഴിഞ്ഞ ദിവസം സമരത്തിന് അവർ ഫ്ലൈറ്റിലാണ് വന്നെന്ന് അവർ തന്നെ പറയുന്നത് കേട്ടു. അവർക്ക് ആരാണ് ഇത്ര വലിയ മൃഗസ്നേഹം ഉണ്ടോ? ഫ്ലൈറ്റ് കയറ്റി വിട്ടാലോ ഇവരുടെ കൂടെ നമുക്ക് വേണ്ട, എന്തായാലും അതാ, ഞങ്ങൾക്ക് സ്നേഹിക്കാനൊട്ട് സമയവും ഇല്ല. അപ്പൊ നിങ്ങൾ ഒരു കാര്യം കൂടെ കൊണ്ടുപോയിക്കോളാൻ പറയാം. അന്ന് അവർ കൊണ്ടുപോകും. നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഇത് വളർത്തണം നല്ല നിർബന്ധമില്ല. അന്യനാട്ടിൽ കൊണ്ടുപോയിക്കോ, ഇല്ലേ, നമുക്ക് ഒരു വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോയി വിട്ടുകൊടുക്കാം, ചെലവ് നമ്മൾ വഹിച്ചോളാം. എന്നാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ആപത്ത് വരുന്നത് നമ്മൾ സഹിക്കുകയില്ല. അത് ഞാനെന്നല്ല, ഒരമ്മമാർക്കും സഹിക്കാൻ ഒക്കത്തില്ല. അതിന് ശരിക്കും ആൻറ്റി ഒരു നടപടി തീർച്ചയായിട്ടും എടുക്കും. അതിന് നമുക്ക് അതിന് നിയമം മാറ്റിയാലേ പറ്റൂ. നിയമം ഉണ്ടാക്കുന്നത് നഗരസഭയല്ല, നിയമം ഉണ്ടാക്കുന്നത് നിയമനിർമ്മാണ സഭയും പാർലമെൻറ്റുമാണ്. പാർലമെൻറ്റിൽ നിയമം ഉണ്ടാവണം. പാർലമെന്റിൽ നിയമം ഉണ്ടാക്കുന്നത് തെരുവിൽ നായ്ക്കളെ വളർത്താൻ പാടില്ല എന്ന് നിയമം പാർലമെന്റിൽ പാസ്സാക്കി. അതെ, നമ്മുടെ സിറ്റിയിൽ ഒരു രീതിയിലൊന്ന് മുന്നോട്ട് വെച്ചാൽ എത്രയായാലും ഒരു ചോദ്യം വരുമല്ലോ. അപ്പം നമുക്ക് ആൻസർ ഇപ്പോഴോ പറഞ്ഞു നമുക്ക് നിയമം ഉണ്ടാക്കാൻ പറ്റത്തില്ലോ, നഗരസഭയ്ക്ക് നിയമം ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമ്മൾ നിരവധി തവണ ആവശ്യപ്പെട്ടുള്ള കാര്യം ഈ വന്ധീകരണവും വാക്സിനേഷനും ഒന്നും പറഞ്ഞാൽ അതൊന്നും വന്ധീകരിക്കുകയും വാക്സിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന നായ്ക്കളെ അവരവരുടെ വീട്ടിൽ വളർത്തിക്കോട്ടെന്നേ. ശരിയാ. തെരുവിൽ എന്തിനാ വളർത്തുന്നത്? നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തിനാ? ഇതിനെ വന്ധീകരിച്ച് വാക്സിനേറ്റ് ചെയ്ത് പിടിച്ചടത്ത് കൊണ്ട് വിട്ടോണമെന്ന്, അതിൻ്റെ ഹാബിറ്റാറ്റിൽ തന്നെ വിട്ടോളണമെന്നാണ് നിയമം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള തലസ്ഥാന നഗരത്തിലെ ഒട്ടുമുക്കാലും എണ്ണത്തിനെ വന്ധീകരിച്ച് കഴിഞ്ഞതാണ് വാസ്തവത്തിൽ. ഏറ്റവും ഇപ്പോൾ ഞങ്ങൾ ഈ ഹ്യൂമൻ സൊസൈറ്റി ഇൻ്റർനാഷണലിൽ പോയി നമ്മൾ പിടിച്ചോണ്ട് വരുന്ന പട്ടിയൊക്കെ നോക്കുമ്പോൾ വന്ധീകരിച്ചതാണ്. അപ്പോൾ ഇത് തന്നെയാണല്ലോ കടിക്കുന്നതെല്ലാവരും. പിന്നെ എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് നമുക്ക് രണ്ടുപേരും കൂടെ ബലമായിട്ട് ആവശ്യപ്പെടാം. പാർലമെന്റിലെ ഈ തെരുവിൽ നായിനെ വളർത്താൻ പാടില്ല നിയമം ഉണ്ടാക്കണം. തീർച്ചയായിട്ടും ഞാൻ ആന്റിയുടെ കൂടെ ഉണ്ട്, ഒരു സംശയമില്ല. ഞാൻ ആന്റിയുടെ കൂടെ നിൽക്കാം. കാര്യം എനിക്കും മക്കളുണ്ട്. അവരെ എനിക്ക് ധൈര്യപൂർവ്വം എൻ്റെ വീടിന്റെ പുറത്തോട്ട് ഇറക്കണ്ടേ. ഈ കാറിൽ മാത്രമേ സഞ്ചരിക്കുള്ളൂ എന്നൊന്നും പറഞ്ഞ് കുട്ടികൾ വളരാൻ പാടില്ല. നമ്മുടെ ജീവിത രീതി അനുസരിച്ച് വേണം തന്നെ കുട്ടികൾ മുന്നോട്ട് പോവാൻ, അല്ലേ ആന്റി? ഞാൻ ആന്റിയുടെ കൂടെ ഉണ്ട് പാർലമെന്റ് വരെ. പക്ഷെ എന്നാലും നമുക്ക് എന്തെങ്കിലും ഒന്ന് നഗരത്തിലേക്ക് എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ ചെയ്യാനുള്ള ഒറ്റ ഈ നടപടി മാത്രമേ ഉള്ളൂ, വന്ധീകരിക്കുക, വാക്സിനേറ്റ് ചെയ്യുക. എന്നാൽ ഈ നമ്മൾ നേരെ ആശുപത്രി ചെല്ലുമ്പം ഗവൺമെന്റ് ഹോസ്പിറ്റൽ പറയുന്നത് എന്നാന്ന് വെച്ചാൽ അവിടെ വാക്സിനേഷൻ ഇല്ല, മരുന്നില്ല. പിന്നെ എന്നാ ചെയ്യും ആന്റി? ജനങ്ങൾ എന്തോളം കടിച്ച് മരുന്നെല്ലാം തീരുന്നു. ഒരു വർഷം ഒരു ഭരണകൂടം മേടിക്കുന്ന വാക്സിൻ എത്ര കോടിയുടെയാണെന്നറിയാമോ? അപ്പോൾ ഇത് ആളുകളെ കടിച്ചാലല്ലേ ഇതിന് ചിലവ് വരത്തുള്ളൂ. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വൃത്തിയായിട്ട മനസ്സല്ലേ ആണ്. അതാണല്ലോ അവർ പ്ലെയിനിൽ കയറി വരുന്നത്. അല്ല, പ്ലെയിനിൽ കയറി വന്ന് അവർ വാക്സിനേഷൻ കൊടുത്തിട്ടും പോകുന്നു, പക്ഷെ അനുഭവിക്കുന്നത് അപ്പം മറ്റുള്ളവരെ എന്തോ പറയുന്ന ഒരുമാതിരി സാഡിസമാണെന്ന് തോന്നുന്നത്. തീർച്ചയായിട്ടും സാഡിസമാണ്. ഞാൻ പറഞ്ഞേ ഇപ്പോൾ ഇവിടെ ഏതോ ഒരു രാജ്യത്ത് നാഗാലാൻഡാന്ന് തോന്നുന്നു പട്ടിയെ കൊന്നു തിന്നുന്ന രാജ്യം. അത് നമുക്ക് അവിടെ കൊണ്ടുവിട്ട് കൊടുക്കാം. നമുക്ക് വേണ്ടല്ലേ? അല്ല പിന്നെ എന്നാ ചെയ്യുന്നേ? എന്തായാലും ഇപ്പം ആൻറ്റി, ഞാൻ ആൻറ്റിക്ക് ഒരു ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ എന്നാ പറയുന്നത്, പോഷകമായിട്ടുള്ള ഒരു ചീര സാമ്പാറും കൂടെ വെച്ചിട്ടുണ്ട്. എല്ലാം ഇലക്കറികളായിട്ട് നമുക്ക് ഇന്ന് ആൻറ്റിക്ക് തരാം. ആൻറ്റി കഴിച്ചു നോക്കും.
വെറും പ്ലേറ്റിൽ ചോറ് വിളമ്പാൻ പാടില്ല എന്ന് പറയും അല്ലേ ആൻറ്റി? പെട്ടെന്ന് കറി വിളമ്പിയിട്ടേ വിളമ്പാൻ പാടുള്ളൂ എന്ന് പറയും ചോറ്. ഇതാണ് ചീര സാമ്പാർ. ആന്റിയുടെ ഒരു ക്വാളിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ എന്നാന്നറിയാവോ? ആന്റി ഈ മോൻ എത്ര വയസ്സായെന്നറിയാവോ? കല്യാണം കഴിച്ച് പിള്ളേരായില്ല, പക്ഷെ എന്നാലും കല്യാണം കഴിച്ച് അതൊക്കെ ആയിട്ട് പോലും ആന്റി വാരിക്കൊടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മോനും അതെ മോക്കും അതെ. പക്ഷെ ഇപ്പൊ ഞാനൊരു കാര്യം പറയാം, ആന്റി ഇപ്പൊ എനിക്കൊരു ഉരുള വാരി തരണം. മോനും മരുമോക്കും മാത്രം കൊടുത്താൽ പോരല്ലോ, നമുക്കും കൂടെ കഴിക്കണ്ടേ അല്ലേ? അത്രയും നല്ലൊരു അമ്മയുടെ മനസ്സും കൂടെ ആന്റിക്ക് ഉണ്ട് ശരിക്കും. ആന്റി ഈ ചീര സാമ്പാർ ആന്റിക്ക് ഞാൻ പറഞ്ഞു തരാം, ഒഴിച്ചു തരട്ടെ? ഇപ്പൊ ഈ മറ്റ് സാമ്പാറിനെക്കാട്ടിൽ ചീര സാമ്പാർ വെക്കുന്ന നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത്രയും അരി ഉണ്ടല്ലോ. അത് നേരം ഇത്രയും പച്ചക്കറി അരിയണ്ട. ചീരയ്ക്ക് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. HB കൂടാൻ നല്ല ഒരു അല്ലേ? അതെ. അതുകൊണ്ട് ആന്റി ജങ്ക് ഫുഡ്സിനെ വിട്ടിട്ട് ഇതിനെ പറ്റി നമ്മുടെ യൂത്തിനേക്ക് ഒരു ക്ലാസ് തരണം കേട്ടോ. ഇതിനൊക്കെ രുചികളും ഇതിന്റെ രുചിയും ഇതൊക്കെ ഉണ്ടെങ്കിൽ വേറെ എന്താണ് ഈ 3 കൂട്ടാൻ ഒരു പപ്പടം ആയപ്പോ സന്തോഷം അല്ലേ? തൃപ്തിയായി ശരിക്കും. ആന്റി എനിക്ക് വാരി തന്നെ. ടേസ്റ്റ് ഉണ്ടോ? പിന്നെ പ്രേക്ഷകരോട് ഒരു കാര്യം ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ഇപ്പൊ എനിക്ക് മേറാൻറ്റി അതാണ് നല്ലത്. മേറുമായി എൻ്റെ ആൻറ്റിയായി. വാരി തന്നതിനെക്കാട്ടിലും എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട എന്താ അറിയോ? ഒരമ്മ ഒരു ഉരുള വാരി തന്നാൽ ഉണ്ടാവുന്ന സ്വാദ്, ഒരു തൃപ്തി എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാണ് എൻ്റെ മകൻ ഉരുട്ടിത്താന്ന് പറഞ്ഞു. ശരിയാ. ഞാൻ അതിനോട് എനിക്ക് അനൂപ്പിനോട് ഒരു ഇച്ചിരി കുശുമ്പൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലാന്ന് പറയുന്നില്ല. നമുക്ക് ഇനി സമയം ഇച്ചിരി എനിക്ക് പറയാനുള്ളതാ കണ്ടോ, ഞാൻ ചീര സാമ്പാറും ഈ ഈ ഇടിച്ചക്ക തോരനും എന്ത് ടേസ്റ്റായിട്ടാണ് കഴിക്കുന്നത്. അതുപോലെ ഈ ചീര നട്ടു വളർത്തണം. ഒരു ചെടിച്ചട്ടിയിലെങ്കിലും ചീര നട്ടു വളർത്തണം. തീർച്ചയായും. ചെടിച്ചട്ടിക്ക് നമുക്ക് സ്ഥലമില്ലെങ്കിൽ ചെടിച്ചട്ടി നട്ടു വളർത്താം. അതുകൊണ്ട് ഏറ്റവും വില കുറഞ്ഞൊരു സാധനമാണ് ചക്ക എന്ന് പറഞ്ഞത്, നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത്. ഞാനിത് കണ്ടോ ഒരു ശകലം പോലും വേസ്റ്റ് ആക്കാതെ കഴിക്കുക. ആൻറ്റി പറഞ്ഞ പോലെ ശരിയാട്ടോ, ഞാനും അതിനോട് യോജിക്കുന്നു. ഒരു 10 ചട്ടിയിൽ 10 പച്ചക്കറി നട്ട് നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ വീട്ടിലേക്ക് ഒരു സാമ്പാറിനായാലും 2 വെണ്ടയ്ക്ക മതി, അത് നട്ടു വളർത്തി ഈ പെസ്റ്റിസൈഡ്സ് ഒന്നുമില്ലാതെ നല്ല ഭക്ഷണം കഴിക്കും. ഞാൻ പേപ്പറിൽ കണ്ടു ആൻറ്റിക്ക് ഇനി കുറച്ച് നാളും കൂടെ ഉള്ളൂ 31 മാതിയായി എന്ന് തന്നെ ആൻറ്റി പറഞ്ഞു. അതന്നെ ആൻറ്റി അങ്ങനെ അല്ല, ഒരുപാട് സങ്കീർണമായ ഒരുപാട് പ്രശ്നങ്ങളാണ്. നമുക്ക് ഒരിക്കൽ പോലും നഗരസഭാ കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഈ നഗരത്തിൻ്റെ മുഴുവൻ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മൾ കൗൺസിൽ വിളിച്ചു കൂട്ടുന്നത്. അപ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയോടെ ആ കൗൺസിൽ ചെല്ലുമ്പോൾ ഒരു കാര്യവും ഇല്ലാതെ വലിയ ബഹളം വയ്ക്കുക, വഴക്കുണ്ടാക്കുക, കൗൺസിൽ മുഴുവൻ അലങ്കോലപ്പെടുത്തുക, ഇതൊക്കെ നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. നേരെ മറിച്ച് ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും ചർച്ചകളും ഒക്കെ ആയിട്ടൊരു കൗൺസിൽ പോയാൽ നമുക്ക് ഭയങ്കര സുഖമാണ്. മറിച്ച് അവിടെ അലങ്കോലപ്പെടുത്തുക, മൈക്കെടുത്ത് ഓടിച്ചേറിയുക, ഒരാവശ്യവും ഇല്ലാതെ കുപ്പിയും ഗ്ലാസും കൂടെ എടുത്ത് ഒറ്റയേറിയുക, ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു സംസ്കാരമില്ലായ്മയാണ്. അതുകൊണ്ടാണ് ഞാൻ മതി എന്ന് പറയുന്നത്. നിയമ നടപടി സസ്പെൻഡ് ചെയ്യാം, നമുക്ക് നിയമ നടപടി നമ്മൾ എത്ര കണ്ടെന്നും നമ്മൾ സസ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അതൊന്നും അല്ലല്ലോ. ഇപ്പം നമ്മൾ സ്ത്രീയുടെ സുരക്ഷിതത്വം തന്നെ നോക്കിക്കോ. അപ്പം നിയമം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഒരു രാത്രിയൊക്കെ നമുക്ക് പോവുകയാണെങ്കിൽ ഒരു സുരക്ഷിതവും ഇല്ല. നിയമ നടപടി എന്ന് പറയുമ്പോൾ അതിശക്തമായ ഒരു നിയമവ്യവസ്ഥ ഉണ്ടെങ്കിൽ പോലും അത് ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വരുമ്പോൾ അത് വളരെ ദുർബലമായി പോവുക ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ ഏത് വ്യവസ്ഥയും. അതുകൊണ്ടാണല്ലോ ഇതുപോലെ ഇപ്പോൾ ഈ പീഡനങ്ങളും റേപ്പും ഒക്കെ ഒരുപാട് കൂടുന്നത്. അതുകൊണ്ടല്ലേ എന്തുമാത്രം പണ്ടത്തെ അപേക്ഷിച്ച് ഒരുപാട് പെൺകുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകലും പീഡിപ്പിക്കലും ഒക്കെ ഒരുപാട് വയസ്സായവർക്ക് പോലും രക്ഷയില്ലാത്ത അവസ്ഥയാണ്. ശരിക്കും എബ്രോഡിലൊക്കെ അതൊക്കെ ഭയങ്കര അതന്നെ. ഇവിടെ ഇപ്പോൾ 90 വയസ്സായ അമ്മൂമ്മമാർക്ക് പോലും രക്ഷയില്ലാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ വലിയൊരു കർശനമായിട്ടുള്ള നിയമ സംവിധാനമൊക്കെ ഉണ്ടാവണം, കർശനമായൊരു നിയമവ്യവസ്ഥ ഉണ്ടാവണം. ആ വ്യവസ്ഥ ഉണ്ടായാൽ മാത്രം പോരാ, അത് ഇംപ്ലിമെൻറ്റേഷനിലേക്കൂടെ വരണം. എപ്പോഴും അവർ രക്ഷപ്പെട്ടു പോവുക. എനിക്ക് തോന്നുന്നു പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ ഒരു മനോഭാവത്തിൻ്റെയും കൂടി ആയിരിക്കും എന്നത്. പക്ഷെ ശരിക്കും ആൻറ്റി അതൊരു വഴി, പിന്നെ ഒരു അടുത്ത് പേടിയെന്നൊരു സാധനം ഇല്ല. ഇല്ല ഇത്രയേ ഉള്ളല്ലോ എന്നാണ്. അതുകൊണ്ട് പിന്നെയും ചെയ്യുന്നു. ചെയ്യുന്നു.
ഇപ്പൊ ശരിക്കും നമ്മുടെ തിരുവനന്തപുരത്തോട്ട് ഒരു പെങ്കൊച്ചു വരിക എന്ന് വെച്ചു, ഒരു ഔട്ട്സൈഡർ വരികയാണെങ്കിൽ, പിന്നെ ഒരു ഫോറിനറോ ഹൂവർ ഇറ്റ് മേ ബി തേർഡ് പേഴ്സൺ ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു യൂറിൻ പാസ് ചെയ്യണം എന്ന് വെച്ചോളൂ, അതിന്റെ ഒരു വലിയ അഭാവമുണ്ട് നമ്മുടെ ഇവിടുത്തെ. നമ്മൾ കുറേ ഈ പിന്നെ ടോയ്ലറ്റ്സ് ഒക്കെ വെച്ചു, പക്ഷെ അതൊന്നും ഉപയോഗിക്കാതെയും ആരും അങ്ങനെ പോത്തില്ല ഇല്ലേ? അതൊരു ശരിക്കും ഒരു മൈനസ് പോയിന്റ് ആയിട്ട് തന്നെ ആരും പോയില്ല അതിനകത്ത്. ആന്റി ഇപ്പൊ ഇത്രയും ആന്റി ചോദിച്ചു, ആന്റി 5 വർഷമായിട്ട് മേയറായിട്ട് ഭരിച്ചു. ഇപ്പം നമ്മുടെ ഗവൺമെന്റ് ഭരിക്കുന്ന ഗവൺമെന്റും 5 വർഷമായിട്ട് ആന്റിയുടെ കൂടെ ഉണ്ട്. ഇവർ സപ്പോർട്ടായിരുന്നു ആന്റിക്ക്? ആന്റിയുടെ ഓരോ കാര്യത്തിലും ഇല്ലായിരുന്നു. ഇപ്പൊ തന്നെ സ്മാർട്ട് സിറ്റി വന്നപ്പോൾ തിരുവനന്തപുരത്തിന് തന്നില്ലല്ലോ, കൊച്ചിക്കല്ലേ കൊടുത്തത്. വാസ്തവത്തിൽ നമുക്കായിരുന്നു അർഹത. നമ്മുടെ അർഹത ഇല്ലാതാക്കിയിട്ടാണ് കൊച്ചിക്ക് കൊടുത്തത്. അപ്പോൾ അവരാരും ഈ തലസ്ഥാന നഗരത്തെ സ്നേഹിക്കുന്നവരല്ല, പക്ഷെ അവർ താമസിക്കുന്ന തലസ്ഥാന നഗരത്തിനകത്താണ്. ആന്റി ഇപ്പം നമ്മുടെ ഈ എറണാകുളം ഇത്രയും ഡെവലപ്പ് ആണെന്ന് പറഞ്ഞു, അവിടെ മെട്രോ എല്ലാം വരുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ ഒരു അടുത്ത് നമ്മുടെ ട്രിവാൻഡ്രത്ത് ഒരു ലൈറ്റ് മെട്രോ വരുന്നു എന്ന് പറഞ്ഞപ്പം ആന്റി ആ ഡിസ്കഷനിൽ നിന്ന് തന്നെ വാക്കൗട്ട് ചെയ്തു. അല്ല, അത് പിന്നെ നമ്മുടെ അതിനകത്ത് അന്നൊരു വലിയ വിഷയം, നമുക്കത് വേണ്ടാഞ്ഞിട്ടല്ല. അല്ല, അത് അന്ന് ഇപ്പോൾ ശിവൻകുട്ടി MLA മായിട്ടുണ്ടായിരുന്ന ഒരു വാക്ക് തർക്കം മറ്റേ ആയിരുന്നപ്പോൾ അദ്ദേഹം ഇറങ്ങിപ്പോയി. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് പോക്കോട്ട് നടത്തുക. ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ഒന്ന് സ്ട്രീറ്റ് ലൈറ്റ്, ഒന്ന് രണ്ടാമത്തെ കാര്യം എൻ്റെ ആൻറ്റി ഒന്ന് ടാർ ചെയ്ത് കഴിഞ്ഞാൽ വെരി നെക്സ്റ്റ് ഡേ അത് കുത്തി പൊളിച്ച് അതിനെ ഇല്ലാതാക്കുക ഇല്ലേ. തേർഡ് പാർക്കിങ്ങും ഒരു വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ വാഹനങ്ങളുടെ ആ എണ്ണം ഒരുപാട് വർദ്ധിച്ചു. നേരത്തെ പറഞ്ഞ പോലെ ആന്റി ഇപ്പം ഫ്ലൈ ഓവേഴ്സും ഇതെല്ലാം പൂർത്തീകരിച്ചിട്ടും ഇല്ല എന്ന പകുതിക്ക് നിൽക്കുക. നമുക്ക് ഇനി ഇപ്പം വേണ്ടിയത് വാസ്തവത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ എക്സ്പ്രസ് ഹൈവേ വേണമെന്നാണ് ഞാൻ പറയത്തുള്ളൂ. ലൈറ്റ് മെട്രോയേക്കാളും കൂടുതൽ എക്സ്പ്രസ് ഹൈവേ. കാരണം എന്ന് വെച്ചാൽ എക്സ്പ്രസ് ഹൈവേ എന്ന് പറയുമ്പം ഒരു ഫ്ലൈ ഓവർ മുകളിലുണ്ട്, അതിൻ്റെ മുകളിലാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ വാഹനങ്ങൾ ഓടിക്കാനുള്ള റോഡ് സംവിധാനം ആണ് ആദ്യം നമുക്ക് ആവശ്യം, അതിന് ശേഷമാണ് ബാക്കി ഏതും. അപ്പോൾ അതിൻ്റെ മുകളിൽ അതുകൊണ്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നത് എക്സ്പ്രസ് ഹൈവേ ആണ്. ഞാനും ആൻറ്റിയോട് യോജിക്കുന്നു. കാര്യം എന്താ പറയുക, ഞാൻ എൻ്റെ മനസ്സിലും ഇത് കുറച്ച് നാളായിട്ട് ഞാൻ പറയാൻ ആൻറ്റിയെ കാണുമ്പോൾ പറയണമെന്ന് വിചാരിച്ചു, പക്ഷെ എത്ര പ്രാവർത്തികമാവുമെന്ന് എനിക്കറിയത്തില്ല. ആൻറ്റി ശരിക്കും നമ്മുടെ കന്യാകുമാരി ടു കാസർഗോഡ് നമ്മുടെ ബീച്ച് സൈഡിൽ കൂടെ തന്നെ ഒരു ഹൈവേ പോലത്തെ ഒരു റോഡ് പ്ലാൻ ചെയ്താൽ ഹൈവേക്ക് പോകുന്നവർക്ക് അതിൽ കൂടെ പോവാം. പക്ഷേ ആ ഹൈവേ ഉണ്ടാക്കുമ്പോ എൻട്രി പാസ് വെച്ച് തന്നെ പോയിക്കോട്ടെ, അതിലപ്പം സ്ട്രെയിറ്റ് ബൈ റോഡ്സ് ഉണ്ടല്ലോ, കയറുകയും ചെയ്യാം. അങ്ങനെ ഒന്ന് ചിന്തിച്ചൂടെ? അപ്പൊ പിന്നെ ട്രാഫിക് കുറയുകയും. അതുകൊണ്ടാണ് എക്സ്പ്രസ് ഹൈവേ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു ലെയർ എന്ന് പറയുന്നത് വാഹനങ്ങൾ പോകാനുള്ളത്, അതിന്റെ മുകളിൽ മെട്രോ. അതെ. അപ്പൊ നമുക്ക് സ്ഥലം വേറെ അന്വേഷിക്കണ്ട, ശരിയല്ലേ? അപ്പൊ വാഹനങ്ങൾക്ക് പോകാനുള്ള വഴിയുമായി അതിന്റെ മുകളിൽ ട്രെയിനും പോവും. അങ്ങനെയുള്ള ജയ്പൂർ അങ്ങനെ ഒരു സംവിധാനമുണ്ട്, എക്സ്പ്രസ് ഹൈവേ ഉണ്ട്. ഈ ലൈറ്റ് മെട്രോ വന്ന് പറഞ്ഞ സമയത്ത് ആന്റി ഈ സജഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പറയുന്നതിന് മുമ്പേ അവിടെ ബഹളമായല്ലോ. ഇതും കൊണ്ടാണ് ഞാൻ പോയത്, ഈ സജഷൻ കൊണ്ടാണ് പോയത്. ഇതാണ് നമുക്ക് വേണ്ടിയത്. നമുക്ക് എക്സ്പ്രസ് ഹൈവേ ആണ് വേണ്ടത്. ജയ്പൂരിലൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട്, അത് വെച്ച് നോക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ മെട്രോയ്ക്ക് എടുക്കുന്ന ആ സ്ഥലം തന്നെ മതി, നമുക്ക് വാഹനം പോകാനും കൂടി നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ മുകളിൽ കൂടി വാഹനം മെട്രോ റെയിൽ പോകും, അതിൻ്റെ അടിയിൽ കൂടി ഈ വാഹനങ്ങളും പോകും. മനസ്സിലായോ? ഉണ്ട്. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സിറ്റിക്ക് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ആന്റിയോട് അത് യോജിക്കുന്നത്. ആന്റി കഴിക്കും. കുറെ നേരം ആന്റിയോട് ഞാൻ ഇങ്ങനെ വർത്താനം പറഞ്ഞ് നമ്മുടെ ജനങ്ങളുടെ കുറെ ആവശ്യങ്ങൾ ഇങ്ങനെ പാവം ആന്റിയോട് പറയുക. ഇത് വെറും വേറൊന്നുമല്ല കേട്ടോ, ഒരു വീട്ടമ്മയാണ്. എന്തൊക്കെയൊക്കെയോ ക്വാളിറ്റീസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിൽ പറഞ്ഞാലൊന്നും തീരത്തില്ല ഇല്ല ആന്റി? രാമായണത്തിലെയോ മഹാഭാരതത്തിലോ എന്നാ കാര്യം വേണമെങ്കിലും ചോദിച്ചു നോക്കിയോ, ശരിക്കും പറഞ്ഞു തരും. ഏതൊക്കെ രാമായണം, നമ്മുടെ എന്നാ പറയുന്നത്, രാമായണ മാസം ഏതൊക്കെ അധ്യായം എങ്ങനെ വായിക്കണം എന്ന് വരെ പറഞ്ഞു തരും. എങ്ങനെ ആൻറ്റി ക്വാളിറ്റി ആൻറ്റിക്ക് ഉണ്ടായേ? അത് എനിക്ക് കുട്ടിക്കാലം മുതൽ, എന്ന് വെച്ചാൽ അക്ഷരം ചൊല്ലി പഠിക്കാൻ തുടങ്ങിയ കാലം മുതൽ എൻ്റെ വീട്ടിലെ ഒരു നിഷ്ഠയായിരുന്നു രാമായണം വായിക്കുക എന്നുള്ളത്. എല്ലാ മക്കളും വായിക്കണം. ഇപ്പം എനിക്ക് മാത്രമല്ല, എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇതെല്ലാം അറിയാം. അപ്പോൾ ആ നിഷ്ഠ ഉണ്ടായിരുന്നതുകൊണ്ട് അന്ന് അത് വായിച്ചു. പിന്നെ എനിക്ക് കുറച്ച് റീഡിങ് ഹാബിറ്റ് കൂടുതലായിരുന്നുകൊണ്ട് ഞാൻ കൂടുതൽ വായിച്ചു. അതിനെ വായിച്ചപ്പോൾ പിന്നെ അതിനെ വാസ്തവത്തിൽ വിശകലനം ചെയ്ത് വായിച്ചു. അതുകൊണ്ട് എനിക്ക് ഏത് വേദി ചെല്ലുമ്പോഴും ആ വേദിക്കനുസരിച്ച് രാമായണമോ മഹാഭാരതമോ ഗീതയോ ഒക്കെ എടുത്തു വെച്ച് പ്രസംഗിക്കാൻ പറ്റും. ഇപ്പം മഹാഭാരതം രാമായണവും തന്നെയല്ല, ബൈബിളും വായിക്കും ഞാൻ. ഇനിയിപ്പോൾ എൻ്റെ ഖുറാനും കൂടെ ഉള്ളൂ. ഖുറാൻ അത് ഈ ലിപി ഇതായതുകൊണ്ട് അറിയത്തില്ല. അറബി, മലയാളമോ ഹിന്ദി ട്രാൻസ്ലേഷൻ കിട്ടിയിട്ടില്ല എനിക്ക്. ഇല്ല. അപ്പൊ അത് പഠിക്കണം എന്നുണ്ടെങ്കിൽ അറബി പഠിച്ചേ പറ്റൂ. അതിന് മാത്രം
പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മേയർ സ്ഥാനം ഒഴിയുമ്പോൾ എന്താ പറയാനുള്ളത്. ഞാൻ പറയുന്നത് എനിക്ക് പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവൻ, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല. ആര് പറഞ്ഞത്? നോ വേർഡ്സ്. ശരിക്കും എനിക്ക് ഒരു കമന്റും ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾ അംഗീകരിച്ചു. ഇതിനകത്ത് മറുവാക്കുകൾ ഒന്നുമില്ല. ആൻറ്റി ഇത്രയും വർഷം ആൻറ്റി ഇത്രയും വർക്ക് ചെയ്തു ആസ് എ മേയർ, ആസ് എ കൗൺസിലർ, ആസ് എൻ അഡ്വക്കേറ്റ്, ഒത്തിരി വർക്ക് ചെയ്തേ. ആൻറ്റി ശരിക്കും ഒത്തിരിയും അനുഭവങ്ങൾ ആൻറ്റിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റി ആൻറ്റി എന്തെങ്കിലും ബുക്കോ അങ്ങനെ എന്തെങ്കിലും? ഇനിയിപ്പോൾ ഈ കുറച്ച് സമയമുണ്ടല്ലോ, ആ സമയത്ത് ഇരുന്ന് എഴുതാം. മേയർ ആയിട്ടും കൗൺസിലറായിട്ടും ഉദ്യോഗസ്ഥയായിട്ടും ഉണ്ടായിട്ടുള്ള ജീവിതാനുഭവങ്ങളെ പറ്റി ഒന്ന് എഴുതാം. ഓക്കെ ആൻറ്റി, അത് കഴിഞ്ഞിട്ട് ആൻറ്റി എന്നാലും എന്നാ പറഞ്ഞു, വല്ല അഡ്വക്കേറ്റ് ആയിട്ട് തുടരുന്നുണ്ടോ, അതൊരു വല്ല പത്രപ്രവർത്തകയായിട്ട് വല്ലതും തുടരുന്നുണ്ടോ? ഒരു സാമൂഹ്യ പ്രവർത്തകയായിട്ട് തുടരും. അല്ല പിന്നെ എന്നൊക്കെ ചെയ്യും ആൻറ്റി? എന്തായാലും ജനങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ശുചീകരണം ഏറ്റെടുക്കും. അപ്പൊ ഇനി കൗൺസിലർ സ്ഥാനത്തേക്ക് ഇല്ല അതല്ല, അതിന് ശുചീകരണം ഏറ്റെടുക്കാൻ കൗൺസിലർ ആകണ്ട. തോമസ് ഐസക് സാഹു ശുചീകരണം ഏറ്റെടുത്തത് കൗൺസിലർ ആയിട്ടാണ്. അല്ല, അതുപോലെ എത്രയോ പേര് ഇപ്പോൾ ഈ നോൺ ഗവൺമെൻറ് ഏജൻസീസ് ഒരുപാട് പേര് വന്നു, അവരുടെയൊക്കെ കൂടെ ഇതിന് കൂടെ ഉണ്ടാവും. നമുക്ക് ഏറ്റവും അത്യാവശ്യം അതാണെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ നഗരത്തിന്റെ ശുചീകരണം തന്നെയാണ് ഏറ്റവും അത്യാവശ്യം. അത് ശരിക്കും ആൻറ്റി എന്നാ പറയുന്നത്, ഈ ചവറ് സംസ്കരിക്കുന്ന പ്ലാന്റ് എന്താ അടച്ചു പൂട്ടിപ്പോയി. അതന്നെ ആൻറ്റി, അതന്നെ നാട്ടുകാരുടെ ഇതുകൊണ്ട് നാട്ടുകാരുടെ പ്രക്ഷോഭം കാരണം മാത്രമല്ല, ഗവൺമെൻറ് അന്ന് അടച്ചുപൂട്ടിയതിന് കാരണം ഒരു ഭൂരിപക്ഷമുള്ള വനിതാ മേയർ ഭരിക്കുന്ന നഗരസഭയെ തള്ളിയിടാൻ എളുപ്പമെന്ന് വിചാരിച്ച് പൂട്ടിയതാണ്. ചെറിയൊരു ഈഗോ അല്ലേ? ചെറിയ ഈഗോയോ അതിനുവേണ്ടി പൂട്ടിയതാണ്. ഭരണം വീഴുമെന്ന് വിചാരിച്ച, പക്ഷെ ഭരണം വീഴുമില്ല, പ്ലാന്റ് പൂട്ടിയും പോയി. പക്ഷെ അതുകൊണ്ട് ജനങ്ങൾ ഒരുപാട് പ്രയാസപ്പെടുന്നല്ലേ? തീർച്ചയായിട്ടും ഇതിനകത്തെ പേഴ്സണൽ പൊളിറ്റിക്സ് കൊണ്ട് ജനങ്ങളല്ലേ ശരിക്കും വേണ്ടി ഒരു ഇതാവുന്നത്. ഒരു പ്ലാന്റ് ഇനി ഉണ്ടാക്കാനായിട്ട് വേറെ സ്ഥലവും ഇല്ല. പക്ഷെ ഈ പ്ലാന്റ് ഉള്ള സ്ഥലത്തെ പണ്ട് കാലത്ത് അതിന്റെ ചുറ്റുവട്ടം ഒന്നും ആളില്ലായിരുന്നു, പിന്നെയാണ് കുടിയേറി പാർത്തത് അല്ലേ? ആദ്യം ഈ നമ്മൾ മേടിക്കുന്ന സമയത്ത് അവിടെ ആപ്പാടെ 13 പേരെങ്ങാണ്ടേ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ 48 കുടുംബങ്ങളുണ്ട്, ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിൽ. അതുകൊണ്ടാണ് അവിടെ ഇത് ഒക്കത്തില്ല എന്ന് ഇപ്പൊ മെയിൻ ആയിട്ടും പറയുന്നത് അല്ലേ? പിന്നെ അന്ന് കുറെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. ആന്റിയുടെ കൂടെ ശരിക്കും ഈ ശുചീകരണത്തിന് ഞങ്ങളും ഒക്കെ കൂടെ ഉണ്ട് ആന്റി.